2016-2017 രാമപുരം സബ് ഡിസ്ട്രിക്ട് സ്പോർട്സ് കോമ്പറ്റീഷന്റെ 3-ാം ദിവസത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മത്സരങ്ങൾ ഗ്രൗണ്ടിന്റെ പല ഭാഗങ്ങളിലായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അധ്യാപകരുടെയും മത്സരാർത്ഥികളുടെയും ശ്രദ്ധയിലേക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സീനിയർ ബോയ്സ്, സീനിയർ ഗേൾസ് ഡിസ്കസ് ത്രോ മത്സരങ്ങൾക്ക് ശേഷം ഗ്രൗണ്ടിന്റെ വലതേ ഭാഗത്ത് സീനിയർ ബോയ്സിന്റെ ജാവലിൻ ത്രോ കോമ്പറ്റീഷൻ ആരംഭിക്കുന്നതാണ്. Chest number 135. Chest number 217. How much? 2.10. Next 208. And best of luck. കൈകുത്തിപ്പോയി. അവിടെ നടന്നു. 1.7. Chest number 217 leads. No problem. അടുത്തത് ഫൈനൽ ജമ്പ് അല്ലേ, അത് നന്നാ മതി. You will get it. Sure. പാർട്ടിസിപ്പൻസിന്റെ ശ്രദ്ധയിലേക്ക് കിഡീസ് ഗേൾസ് ലോങ് ജമ്പ് 3rd ആൻഡ് ഫൈനൽ റൗണ്ട് ആരംഭിക്കുകയായി. 1.90. Chest number 217. Surprise! ഇതാ ഏഞ്ചൽ. എന്തു പറ്റി? Why so sad? എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. Why? Participant 208. Just a second, sir. Okay. 3-ാമത്തെ ജമ്പ് അല്ലേ? ഇത് കിട്ടും. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം. ഈ സ്പൈക്സിന്റെ ലേസ് കെട്ടിയിരിക്കുന്ന പ്രശ്നം. There you go. That leg. ഇതെങ്ങനെയാ മുറുക്കി കെട്ടുന്നത്? ഇങ്ങനെയാണ് ചാമ്പ്യന്മാർ കെട്ടുന്നത്. ഇതെന്താ ഇപ്പുറത്തുണ്ടല്ലോ? Angel wings. You've got the wings of an angel. ഇനി എന്തിനാ പേടിക്കുന്നത്? Yeah. Go jump. How much? 2.25. It's the best jump, okay? Congrats. ഏഞ്ചലിനോട് പറഞ്ഞ കാര്യം നടന്നല്ലോ.
മെഡലൊക്കെ കിട്ടിയല്ലോ. പക്ഷെ ഇതല്ലല്ലോ ഏഞ്ചലിനോട് പറഞ്ഞ കാര്യം അല്ലേ? അതല്ലേ? Come. Yay, my angel! Papa is never going to leave you again. See? Super! ഇയാളെന്തായാലും മലമുകളിൽ വന്ന് വിട്ടത് നന്നായി. കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമായി. ഇനി ഇയാള് ശരിക്കും ഏഞ്ചലാണോ? Fireflies everywhere. Oh, whether it's an angel. അല്ല. അങ്ങനെ ആൻ മറിയോട് വലിയൊരു ആഗ്രഹം സാധിച്ചു. ആൻ മറിയ നാളെ ഒരു പി.ടി. ഉഷയോ അഞ്ജു ബോബി ജോർജോ ഒക്കെ ആവുമായിരിക്കാം, ഇല്ലായിരിക്കും. പക്ഷേ ഒരു ചെറിയ കുഞ്ഞിന്റെ വലിയൊരു ആഗ്രഹം സാധിച്ചു കൊടുത്തപ്പോൾ ഗിരീഷിന് ചെറുതല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടോ? ആൻ മറിയ വിശ്വസിക്കുന്നത് അവളുടെ ലൈഫിലെ മാറ്റം കൊണ്ടുവന്ന ഏഞ്ചൽ ഞാനാണെന്നാണ്. കാരണം ഡോക്ടറുമായി ഭാര്യയുമായുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ആൻ മറിയക്കൊപ്പം നാട്ടിൽ തന്നെ കൂട്ടാൻ തീരുമാനിച്ചു. ഗിരീഷിന്റെ ലൈഫിലെ ഏഞ്ചൽ ആൻ മറിയാണ്. കാരണം ചരട് പൊട്ടിയ പട്ടം പോലെ നടന്ന അവന് ഉത്തരവാദിത്വ ബോധം വന്നു. സെറ്റിൽ ആവണമെന്ന് തോന്നി. ഡേവിഡിന്റെ ലൈഫിലെ ഏഞ്ചൽ ഗിരീഷാണ്. അടിയേക്കാൾ വലിയ മരുന്നില്ലെന്ന് പഴമക്കാർ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. കേട്ടിടത്തോളം ആള് നന്നായി. ബേബി ചായൻ ഫുൾ ഓൺ തന്നെയാണ് ഇപ്പോഴും. അതങ്ങനെ തന്നെ പോട്ടെ. പിന്നെ ശരത്തിന്റെ ലൈഫിലെ ഏഞ്ചൽ അംബ്രോസ് ആയിരുന്നു. കുരുത്തക്കേട് കാണിച്ചു നടന്നാൽ അകത്താകുമെന്ന് മനസ്സിലായതോടെ കക്ഷി സ്കൂളിൽ പോക്ക് റീസ്റ്റാർട്ട് ചെയ്തു. ഇത് ശരിയാവൂ? ഏയ്, നമ്മുടെ അവിനാശ് ഇപ്പോഴും അവന്റെ ഏഞ്ചലിന്റെ പിന്നാലെ തന്നെയാണ്. ആൻമരിയ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. ഓക്കെ, ഇത് മതി. ഇന്ന് ഞാൻ പൊള്ളിച്ചാട്ടക്കും. പാവം അംബ്രോസ്. അവന്റെ ലൈഫിൽ മാത്രം വഴിതെറ്റി പോലും ഒരു ഏഞ്ചൽ വന്നില്ല. ബേബിച്ചാന പറഞ്ഞ കൈയോടെ പിടിച്ച് ലോറി കയറ്റിക്കൊള്ളാൻ. എങ്ങോട്ടാ ട്രിപ്പ്? ജാർഖണ്ഡിലേക്ക്. മാവോയിസ്റ്റുകളൊക്കെ ഉള്ള സ്ഥലമല്ലേ? അതെ അതെ. അങ്ങോട്ടാരാ ലോറി ഓടിച്ചു പോണേ? നല്ല ധൈര്യമുള്ള ഒരുത്തനെ ബേബിച്ചായൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് ഇവന്റെ ഭാഗ്യം. ചുമ്മാ സൈഡിലിരുന്ന് കൊടുത്താ മതി, ബാക്കി അവൻ നോക്കിക്കോളും. ഞാൻ പോണോടാ. അപ്പൊ പോയിട്ട് വാടാ. പോണല്ലേ? ചെല്ല്. ജാർഖണ്ഡെങ്കിൽ ജാർഖണ്ഡ്. ഹിന്ദി പക്ഷെ ഒരു പ്രശ്നമാവും. സാരമില്ല. ചലോ ജാർഖണ്ഡ്. അപ്പൊ പോവല്ലോ അംബ്രോസ്. ഈ സുഗു ഇനി അംബ്രോസിന്റെ ഏഞ്ചൽ ആകുമോ അതോ അന്തകനാകുമോ എന്ന് ഈ ജാർഖണ്ഡ് യാത്ര കഴിയുമ്പോൾ അറിയാം. ഹാപ്പി ജേണി.